ഇത്രയും വലിയ ആകസ്മികമായ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ ഓരോ വ്യക്തിയുടെയും മനസ്സ് ചോദിക്കാനാണ് എന്താ ഇങ്ങനെ സംഭവിക്കുക. അതിന് വളരെ ക്ലിയർ ആയ ഒരു ആൻസറാണ് എന്ത്, അതായത് അള്ളാഹുവിന്റെ തീരുമാനം. അത് സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അവർ വളരെ വിശ്വാസത്തോട് പറയുന്നുണ്ട് എന്ത്, ഇത് അള്ളാഹിന്റെ തീരുമാനമാണ്. അള്ളാഹു എന്ത് തീരുമാനിച്ചാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾക്ക് പ്രശ്നമില്ലാതല്ല. പിന്നെ എന്താന്ന് വിചാരിച്ചാൽ ഇതിലിങ്ങനെ ഈ കൺഫ്യൂഷനും ചർച്ചകൾ നടക്കുന്ന ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ എന്താ വെച്ചാൽ ഈ ഖദറിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് നമുക്ക് ഭയങ്കര പരിമിതികൾ. അതുകൊണ്ടാണ് എത്ര പറഞ്ഞാലും ആളുകൾക്ക് ഇതിലെ സംശയം തീരാ. വളരെ കുറച്ചേ നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ സത്യം എന്താ വെച്ചാൽ നമുക്ക് ഈ ഖദറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വരുന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ഒന്ന് എനിക്ക് തന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പെട്ടെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് അള്ളാഹുവിന്റെ ഇൽമാണ്, അള്ളാഹുവിന്റെ ഒരു സിറാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഒരു ഖിളിർ നബി ഒരു കുട്ടിനെ കൊല്ലുന്നുണ്ട് അൽ-കഹ്ഫിന്റെ സൂറത്തിൽ. അപ്പോൾ ആ കുട്ടിനെ എന്തിനു കൊന്നു എന്നതിന്റെ ഉത്തരം ഒരിക്കലും ആ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ, ഒരു കാലത്തും മനസ്സിലാക്കാൻ പറ്റൂല. അതിപ്പോ അള്ള പറഞ്ഞതുകൊണ്ട് ആ കുട്ടീനെ കൊണ്ട് എന്താണോ രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ നേർ വിപരീതമാണ് ആ കുട്ടിനെ കൊണ്ട് സംഭവിക്കുന്നത്. അപ്പൊ ആ കുട്ടി മരിക്കേണ്ടതാണ്, അയാൾ മനസ്സിലാകാം. ഇനി വേറൊന്ന്, ചിലത് നമുക്ക് ഖിയാമത്ത് നാൾ വരെ മനസ്സിലാവില്ല. ഇപ്പൊ തന്നെ പറയണമെങ്കിൽ ആ കെൻസ് ആ മറച്ചു വെച്ചല്ലോ, ആ മതില് പൊളിഞ്ഞാടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു നല്ല മനുഷ്യന്റെ സമ്പത്ത് പിൻതലമുറക്ക് കിട്ടാൻ വേണ്ടി അള്ളാഹു സൂക്ഷിച്ചു വെച്ചതാണ്. അതെങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് കാര്യമില്ല. അപ്പോ ഈ ഖദറുകൾ എന്താണ് എന്ന് ഇപ്പൊ ഈ ഒരു മഹാദുരന്തത്തിൽപ്പെട്ട ഒരാള് അല്ലെങ്കിൽ ബാക്കിയായ ഒരാള് എന്താണ് ഇതിന്റെ ഭാവി എന്നൊരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും അവർക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റൂല. അതുകൊണ്ട് നമ്മൾ എവിടെ നിന്നാൽ മതി, ഇത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം, ആ തീരുമാനമാണ്. പിന്നെ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ ഇത് ഈ സമയത്തുണ്ട്, എല്ലാവരും ഈ കേട്ടോലൊക്കെ മനസ്സിലുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഖൈർ മാത്രമേ ഉണ്ടാവും. ഇന്ന അംറഹു കുല്ലഹു ലഹു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എങ്ങനെ മനസ്സിലായില്ലെങ്കിലും എത്ര പ്രതികൂലമാണെന്ന് തോന്നിയാലും നമ്മൾ എവിടെ നിൽക്കണം, ഇത് എനിക്ക് ഖൈറാണ് എന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, നിൽക്കണം. അങ്ങനെ നിൽക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, പറ്റണം. അങ്ങനെ പറ്റുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ വിധി വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എത്തുകയുള്ളൂ. അപ്പൊ ഈ ഖദർ എന്നുള്ളത് തൽക്കാലം ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മളൊരു എക്സ്ക്യൂസിന് വേണ്ടി കണ്ടെത്തുന്ന കാര്യമില്ല, അതൊരു ഉത്തരമാണ്. ഈ ഉത്തരത്തിലല്ലാതെ ഇപ്പൊ ഒരാള് പെട്ടെന്ന് നിങ്ങളുടെ ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ വാപ്പ മരിച്ചു, മകൻ മരിച്ചു, അതിന്റെ ഉത്തരം എന്താ, അതിന്റെ ഉത്തരം അതാണ്. പിന്നെ എന്താ വെച്ചാൽ എനിക്കെന്തിപ്പത് വന്നു, ഈ നാട്ടിൽ എന്തിപ്പത് വന്നു, അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞു. വാലം അന്നമ അഖ്തഅക ലം യകുൻ യുസീബക. നീ ആയി പെട്ടിട്ടില്ലെങ്കിൽ നീ അതിൽ പെടേണ്ട ആളല്ല, നീ അതിൽ പെട്ടിട്ടുണ്ടെങ്കിലോ പെടേണ്ട ആളാണ്. അതാണ് വിധി. എന്തുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അയലോകക്കാരൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ ആ വിധി നിർണയത്തിൽ നിനക്ക് സംഭവിക്കേണ്ടത് നിനക്ക് സംഭവിക്കേണ്ടതല്ലയോ, എന്ത് പ്രതികൂലത ഉണ്ടായാലും അത് നിനക്ക് സംഭവിക്കൂല. അപ്പൊ ഈ വിധി വിശ്വാസത്തെക്കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനവും ഏറ്റവും വലിയ സുരക്ഷയും കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു വിധി ഇല്ലെങ്കിൽ, ഈ ഖദർ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോവാ, മനസ്സിലായി? ഇപ്പൊ നിങ്ങൾ വാഹനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇന്നിപ്പോ അപകടം പറ്റുമോ? അപകടം അള്ളാഹിന്റെ വിധിയിൽ എനിക്കൊരു അപകടം ഉണ്ടെങ്കിൽ പറ്റും അല്ലേ. ഇപ്പൊ ഒരു അസുഖം വന്നു, പഠിച്ചോ ഈ അസുഖം കൊണ്ട് ഞാൻ മരിക്കോ, ബേജാറാകാണ്. എന്റെ മരണത്തിന്റെ അവധി ഇപ്പോഴാണെങ്കിൽ അത് സംഭവിക്കും, ഇല്ലെങ്കിൽ ഇപ്പൊ എന്ത് അസുഖം വന്നാലും ഞാൻ ചികിത്സ രക്ഷപ്പെടും. മുന്നോട്ട് പോകാനുള്ള ഭയങ്കരമായ കരുത്ത്, ദുരന്തങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനുള്ള മനഃശക്തി, അതേപോലെ തന്നെ ഭയങ്കരമായ പ്രതീക്ഷ, ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒന്നാണെന്ത്, വിധിവിശ്വാസം. പക്ഷെ ഇത് മനസ്സിലാവാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് വെറുതെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു കാരണത്തിന് വേണ്ടി പറയാമെന്ന് വിശ്വസിക്കണം. അപ്പം ഇതിലൊന്നും ഒരു സംശയവും നമുക്ക് ഉണ്ടായാൽ നമ്മൾ ഈമാൻ ശരിയാവില്ല. ഇതൊന്നും സംശയമില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമ്പോഴേ നമ്മൾ ഈമാൻ ശരിയാവും.